ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി മുളകരച്ച മീൻകറി ആയാലോ? നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻകറിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് ചട്ടിയിലാണ്. അപ്പോൾ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കൊരു 5ഓ 6ഓ ചെറിയ ഉള്ളിയാണ് അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ മുളകൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 6-7 മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. കാശ്മീരി ചില്ലി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ മുളകിൻ്റെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഈ വെള്ളം ഒന്ന് പകുതിയാവണം. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ആണ് നമ്മൾ വാങ്ങിയിരുന്നത്. അതിൽ കുറച്ചെടുത്ത് വറക്കാനും എടുത്തിരുന്നു കേട്ടോ. ബാക്കിയുള്ളതാണ് നമ്മൾ കറിക്കായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയിൽ ശരിക്കും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് തന്നെ നമുക്ക് വെള്ളം ഒന്ന് കുറച്ച് വറ്റിക്കണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻകറി ഒന്നും ഉണ്ടാക്കി വെച്ച അപ്പം തന്നെ എടുക്കരുത്. നമ്മുടെ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കറി ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ മൺചട്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്